യുവനടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിട്ടുണ്ട്. സിനിമാ സെറ്റിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി. തൊടുപുഴയിൽ നിന്നാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ്. DGPക്ക് ലഭിച്ച പരാതി കൊച്ചി സിറ്റി പോലീസിലേക്ക് കൈമാറുകയായിരുന്നുവെന്ന വിവരമാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും തൊടുപുഴയിൽ നിന്ന് ജോയ് മോൻ ജോസും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതീവ രഹസ്യമായിരുന്നു പോലീസിന്റെ നീക്കമെന്നാണ് മനസ്സിലാകുന്നത്. തൊടുപുഴയിൽ ജോയ് മോനുണ്ട്. ജോയ്, തൊടുപുഴയിൽ നിന്നാണ് രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പരാതിയും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടിക്രമങ്ങളും എല്ലാം വളരെ രഹസ്യമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു? ആനത്ത് വളരെ രഹസ്യ സ്വഭാവമുള്ള അന്വേഷണമായിരുന്നു, അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള നീക്കത്തിനൊടുവിലാണ് സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലാകുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറമുള്ള മുട്ടം ഭാഗത്തു നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ഇതിൽ തന്നെ ആയാലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇയാൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് കോട്ടയത്ത് വെച്ച് ഇത് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അവിടെ അതായത് രഞ്ജിത്തിന് ഇത്തരത്തിലൊരു അറസ്റ്റ് നടക്കാൻ പോകുന്ന ഒരു വിവരം ലഭിച്ചതായിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ കോട്ടയത്ത് നിന്ന് തൊടുപുഴയിൽ എത്തുകയായിരുന്നു. അങ്ങനെ തൊടുപുഴയിൽ നിന്ന് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഞ്ജിത്ത് അറസ്റ്റിലാവുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ നിലവിൽ ഇയാളെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് തൊടുപുഴ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നാലെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതും. ഇയാൾ നിലവിൽ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വനിതാ സ്റ്റേഷനിലുമാണ് പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ ഇയാളെ തൊടുപുഴ പോലീസിൽ നിന്ന് എറണാകുളം പോലീസിന് കൈമാറും. അതിനുവേണ്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. അതായത് എറണാകുളത്തു നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ രഞ്ജിത്തിനെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും ഇവരുടെ നീക്കമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ പീഡന പരാതിയാണിത്. ഇതിൽ തന്നെയായാലും യുവനടിയാണ് ഇതിപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് തന്നെയായാലും കോട്ടയത്ത് വെച്ച് സിനിമയുടെ, അതായത് ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അതായത് സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറുകയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയാണ്. ഈ പരാതിയാണ് യുവനടി ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതിക്ക് പിന്നാലെ കേസെടുത്ത DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് DGP ഉൾപ്പെടെ ഈ കേസിൽ ഇടപെടുകയും ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇന്ന് ഈ യുവനടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയെടുത്തതിനു ശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ നിലവിൽ അതായത് 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഒരു പരാതി ലഭിക്കുന്നതും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ സംവിധായക പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇയാളെ. അപ്പോൾ പല ഘട്ടങ്ങളിലായാലും ഈ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണങ്ങളും അതുപോലെ തന്നെ മറ്റു നടപടിക്രമങ്ങളുമൊക്കെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉടൻ തന്നെ, അതായത് നിലവിൽ ജോയ് കേൾക്കാമെങ്കിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ അടുത്തു നിന്നാണ് ജോയ് സംസാരിക്കുന്നത്. നേരത്തെയും സമാനമായ ഗുരുതരമായ ചില പരാതികൾ രഞ്ജിത്തിനെതിരെ ഉയർന്നതാണ്. ഒന്ന് പ്രകൃതി വിരുദ്ധ പീഡനവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് സിനിമാ പ്രവർത്തക തന്നെയായ ബംഗാൾ സ്വദേശി നൽകിയ പരാതിയുമാണ്. ഈ ഘട്ടത്തിൽ പോലീസിന്റെ നടപടികൾ ഒരുപക്ഷെ ജാമ്യം ലഭിക്കാത്ത വിധം റിമാൻഡിലേക്ക് പോകുന്ന വിധത്തിലേക്കാണ് പോലീസ് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത് എന്നാണോ ജോയിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതേ ആനന്ദ്, തീർച്ചയായും. അതായത് നമുക്കറിയാം, നേരത്തെ സമാനമായ പരാതികൾ അല്ലെങ്കിൽ പീഡന പരാതികൾ സംവിധായകനെതിരെ ഉയർന്നിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടിയുടെയും അതുപോലെ തന്നെ ഒരു പ്രകൃതി വിരുദ്ധ ഉൾപ്പെടെയുള്ള പീഡന പരാതികൾ ഉണ്ടായിരുന്നു. ഇതിൽ മൂന്നാമത്തെ പരാതിയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയായാലും ഗുരുതര വകുപ്പുകളാണ് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ലൈംഗിക അതിക്രമം, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ
ഈ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി നടപടികൾ സ്വീകരിക്കേണ്ടത് എറണാകുളം പോലീസാണ്. അതായത് കേസിനാസ്പദമായ സംഭവങ്ങളും അതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും പരാതി നൽകിയിരിക്കുന്നതും ഉൾപ്പെടെ എറണാകുളം സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ ബാക്കി നടപടിക്രമങ്ങൾ അവിടെയായിരിക്കും പൂർത്തീകരിക്കുക. എന്ത് തന്നെയായാലും ഈ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് നിലവിൽ ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അതായത് ഗുരുതരമായ പരാതികൾ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഇത് മൂന്നാമത്തെ പരാതിയാണ് ഈ സംവിധായകനെതിരെ ഉയരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്തിനെ അല്പസമയത്തിനകം എറണാകുളം പോലീസിന്റെ അന്വേഷണ സംഘം കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അറിയുന്നത്. നമ്മൾ അവിടേക്ക് വരാം. സഹിൻ ആന്റണി കൂടി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. സഹിൻ, ഈ കേസ് അല്പം ഗൗരവം ഏറിയ നിലയിൽ തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി തന്നെ രഞ്ജിത്ത് ഒരുപക്ഷെ ഈ പരാതി അറിഞ്ഞിട്ടുണ്ടാകും, കടന്നുകളയും എന്ന ഒരു സാധ്യത തടയാൻ കൂടിയായിരുന്നു ഈ നടപടി എന്ന് മനസ്സിലാക്കുന്നു. കേസിന്റെ എത്രമാത്രം വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് സഹിൻ? ആനന്ദ്, ഏറ്റവും പുതുതായി നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് കൊച്ചി DCPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിന്റെ അന്വേഷണ ചുമതല ഉദയംപേരൂർ SHOക്ക് കൈമാറിയിരിക്കുകയാണ്. വനിതാ സ്റ്റേഷൻ SI, ഒപ്പം തന്നെ സൈബർ പോലീസ് എന്നിവരടക്കമുള്ള സംഘം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട്. മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി അടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. 2 ദിവസം മുൻപാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചത്. കോട്ടയത്തെ സെറ്റിൽ വെച്ച് ഈ രഞ്ജിത്ത് മോശം അനുഭവം ഈ പെൺകുട്ടിക്ക് രഞ്ജിത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്നുള്ളതായിരുന്നു പരാതി. DGPക്കായിരുന്നു പെൺകുട്ടി പരാതി നൽകിയിരുന്നത്. ആ പരാതി പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമ വകുപ്പ് ഇവയെല്ലാം ചുമത്തിയിട്ടുണ്ട്. കേസെടുത്തിട്ടുള്ളത് എറണാകുളം വനിതാ സ്റ്റേഷനിലാണ്. എന്തായാലും രഞ്ജിത്തിനെതിരെ നേരത്തെ ജോയ് സൂചിപ്പിച്ചതുപോലെ രജിസ്റ്റർ ചെയ്യുന്ന 3ാമത്തെ ലൈംഗിക അതിക്രമ കേസാണിത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് കടന്നുകളയാൻ സാധ്യതയുള്ളതായി പോലീസ് സംശയിച്ചിരുന്നു. അക്കാര്യം കൊണ്ട് തന്നെ ആകാം അതീവ രഹസ്യമായി തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തൊടുപുഴ SP-യുമായി സംസാരിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് കൊച്ചി സിറ്റി പോലീസിന് കൈമാറുകയായിരുന്നു. മാത്രമല്ല, ഈ രഞ്ജിത്തിനെതിരെയുള്ള വകുപ്പുകൾ നേരത്തെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ ജാമ്യമില്ലാ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയോടുകൂടിയായിരിക്കും സംവിധായകൻ രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കുക. അതിന് മുന്നോടിയായി അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദയംപേരൂർ SHOയ്ക്കാണ് അന്വേഷണ ചുമതലയായിട്ടുള്ളത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ആയതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു പറയാൻ കഴിയുകയില്ല. പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമ കേസാണ്. ഒരു പെൺകുട്ടി ശാരീരികമായി ബുദ്ധിമുട്ട് നേരിട്ട ഒരു കേസ് കൂടിയാണിത്. സിനിമയുടെ മറവിൽ ലൈംഗികമായി തന്നെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. സംവിധായകൻ രഞ്ജിത്ത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ആനന്ദ്.